بسم الله الرحمن الرحيم. ما كان على النبي من حرج فيما فرض الله له سنة الله في الذين خلوا من قبل وكان أمر الله قدرا مقدورا الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1450 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 38-39 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان على النبي من حرج فيما فرض الله له سنة الله في الذين خلوا من قبل وكان أمر الله قدرا مقدورا الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 38-39 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈനബ് റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ തുടർച്ചയായിട്ട് ആ വിഷയം ഒന്ന് പൂർത്തീകരിക്കുന്ന വിധത്തിലുള്ള രണ്ടായത്തുകളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ഈ 38-39 ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെയേറെ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വിവാഹബന്ധം. അതിന്റെ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ നമ്മൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി വിശദമായി മനസ്സിലാക്കുകയുണ്ടായി. സൈനബ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരി പുത്രിയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ നന്നായിട്ട് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രേരണയിലും സമ്മർദ്ദത്തിലും ഒക്കെയാണ് സൈനബ് റളിയല്ലാഹു അൻഹയെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ദത്തുപുത്രനും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കുടുംബാംഗം പോലെ തന്നെയായി കഴിഞ്ഞിരുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹുവുമായി അവരുടെ വിവാഹം നടത്തുകയുണ്ടായത്. നമ്മൾ അതിന്റെ വിശദാംശങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. ആ വിവാഹബന്ധം അവരുടെ ഇരുവരുടെയും വ്യക്തിപരമായ കാരണങ്ങളാൽ അത് ഏറെ അസംതൃപ്തിയുള്ളതായിരുന്നു. അത് നിലനിർത്തിക്കൊണ്ടുപോവുക എന്നത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പലതവണ അദ്ദേഹം ആ ബന്ധം അവസാനിപ്പിക്കുന്ന സംബന്ധമായി പറഞ്ഞുകൊണ്ട് ആവശ്യം ഉന്നയിച്ചുകൊണ്ട്
വരികയുണ്ടായി. അങ്ങനെയാണ് ആ ബന്ധം അവസാനിക്കുന്നത്. പക്ഷെ അതില് പല ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്ന അല്ലെങ്കിൽ ആ ബന്ധം പിരിയുന്നത് വിലക്കിക്കൊണ്ട് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടൊക്കെ സംസാരിച്ച കാര്യം വിശുദ്ധ ഖുർആൻ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തില് സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആ ബന്ധം മുന്നോട്ട് പോവുകയില്ല, അത് അവസാനിക്കുകയാണ്. അതേ തുടർന്ന് സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യണം എന്നൊരു നിർദ്ദേശം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ ചില കാര്യങ്ങൾ അള്ളാഹു സ്ഥാപിക്കുവാനും നടപ്പിലാക്കാനും ഒക്കെ ഉദ്ദേശിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷെ അത് നിലവില് പിന്തുടർന്നു വരുന്ന സാമൂഹ്യ ആചാരങ്ങളുടെ പശ്ചാത്തലത്തില് ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഗതിയായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സംഗതിയായി മാറും എന്നൊരാശങ്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ കൂടുതലായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ചിന്ത ഒരു നിലക്കും മനസ്സിൽ കൊണ്ടുവരാതെ അല്ലെങ്കിൽ അതിനെ അകറ്റി നിർത്തിക്കൊണ്ട് സെയ്ദിനോട് ആ വിവാഹബന്ധം തുടരണമെന്നും സൈനബിനെ ഉപേക്ഷിക്കരുത് എന്നും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നുമൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തില് സെയ്ദിനോട് അങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശം ഉള്ളതും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലെങ്ങനെ ഒളിപ്പിച്ചു വെച്ച് ജനങ്ങളുമായി പങ്കിടാതെ അല്ലെങ്കിൽ അത് വെളിപ്പെടുത്താതെ അങ്ങനെ ഒരു ദൈവിക നിർദ്ദേശമുള്ള കാര്യം തുറന്നു പറയാതെ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യായിരുന്നു. അംസിക അലൈക സൗജക വത്തഖില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായത്. പക്ഷെ അള്ളാഹു വെളിപ്പെടുത്താൻ തീരുമാനിച്ച ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെച്ചത് കൊണ്ട് അത് മറഞ്ഞു കിടക്കുകയില്ല. അള്ളാഹുവിന്റെ നിശ്ചയം തീർച്ചയായിട്ടും നടപ്പാക്കപ്പെടുന്നത് തന്നെയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തിലായിട്ട് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. സെയ്ദ് സൈനബുമായുള്ള വിവാഹത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ആ ബന്ധം പിരിഞ്ഞതോടെ താങ്കൾക്ക് നാം അവരെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് തന്നെ വളരെ സ്പഷ്ടമായ ഭാഷയിൽ അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് നമ്മൾ പഠിച്ച ആയത്തിലായിട്ട്. സവ്വജ്നാകഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കാരണവും അള്ളാഹു വെളിപ്പെടുത്തുന്നുണ്ട്. അതിന്റെ കാരണം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദത്തുപുത്രന്മാരുടെ പത്നിമാര് അവര് വിവാഹമോചനം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള മനക്ലേശവും ഉണ്ടാവാൻ പാടില്ല. അത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു. ആ ആചാരം അവസാനിപ്പിക്കേണ്ടതാണ് എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. കുടുംബ ബന്ധങ്ങൾ രക്തബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ സ്പഷ്ടമായി നിലനിർത്തപ്പെടേണ്ടതും ആ ഗർഭപാത്രങ്ങളുമായുള്ള ബന്ധം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കുടുംബ ബന്ധങ്ങളാണ് സ്ഥാപിതമായി ഊട്ടിയുറപ്പിക്കപ്പെടേണ്ടത് എന്നതാണ് അള്ളാഹുവിന്റെ നിശ്ചയം. ദത്തുപുത്രന്മാരെ സ്വീകരിക്കുക എന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പലരെയും ദത്തായി സ്വീകരിക്കുകയും അവരെ പോറ്റി വളർത്തുകയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അതൊരിക്കലും തന്നെ കുടുംബ ബന്ധങ്ങളെ തകിടം മറിക്കുന്ന, അനന്തരാവകാശ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന, വിവാഹബന്ധ സാധ്യതകളെ തകിടം മറിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറാൻ പാടില്ല എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. യഥാർത്ഥത്തില് ഇവിടെ
രണ്ട് വളരെ സങ്കീർണത അടങ്ങിയിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവും സൈനബ് റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹബന്ധം നടക്കുന്നത്. സൈനബ് റളിയല്ലാഹു അൻഹക്ക് ആ വിവാഹബന്ധത്തില് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കാൻ പാടില്ല, അനുസരിക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം വളരെ വ്യക്തമായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ ഈ 36-ാമത്തെ ആയത്തില് നൽകപ്പെടുകയുണ്ടായതിനെ തുടർന്ന് അവര് അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ മനുഷ്യബന്ധങ്ങളില് മനഃശാസ്ത്രപരമായ പല ഘടകങ്ങളും ഉണ്ടാവും. ആളുകൾ തമ്മിൽ പൊരുത്തമുണ്ടാകുന്നതിനും അകൽച്ച ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ അവർക്ക് തൃപ്തികരമായ ഒരു ദാമ്പത്യം ഉണ്ടാവുന്നതിനും ഇല്ലാതാവുന്നതിനൊക്കെ നമുക്ക് പ്രത്യക്ഷത്തില് മനസ്സിലാകുന്നതിനപ്പുറത്തേക്കുള്ള പല ഫാക്ടേഴ്സും ഉണ്ടാകും. അപ്പോ സ്വാഭാവികമായിട്ടും അത് നിലനിന്നോളണമെന്നില്ല, അല്ലെങ്കിൽ അത് ദുഷ്കരമായ ഒരു ബന്ധമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഈ നടപടി അവന്റെ ദീൻ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു സാമൂഹ്യ വ്യവസ്ഥ, ആ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇടപെട്ടുകൊണ്ട് ഒരു അനാചാരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയുള്ളതാണ് എന്നതാണ് തുടർന്നുണ്ടായ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിർബന്ധിക്കുകയാണ്, താങ്കൾക്ക് ജനങ്ങളെയാണ് ഇക്കാര്യത്തില് ഭയം, അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്, അള്ളാഹുവാണ് ഭയപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതിനു വേണ്ടി നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിർബന്ധിക്കുക എന്നല്ല, ഒരു പടി കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് അള്ളാഹു നേരിട്ട് സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണല്ലോ ഇവിടെ ചെയ്യുന്നത്. അപ്പോ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ചെളിവാരി എറിയാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തില് അവരുടെ നിലപാട് സംബന്ധമായ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ഒരു നിലക്കും അവർക്ക് സ്വീകാര്യമായ അല്ലെങ്കിൽ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു വിശദീകരണം ഈ സംഗതികൾക്ക് നൽകാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സൈനബിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അവരെ വിവാഹം ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. സ്വന്തം കുടുംബത്തിലെ അംഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അവരാരും തന്നെ മറ്റൊരാളെ പ്രാധാന്യമുള്ള വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ വിവാഹബന്ധത്തിന് അവരിഷ്ടപ്പെടുന്ന ആളായിട്ടോ കാണാൻ യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ തന്നെ വിവാഹാലോചന നടത്തുകയും വിവാഹം ചെയ്യുകയും ചെയ്യാമായിരുന്നതാണ്. യാതൊരു വിഷയവും അതിലില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൈ എടുത്തുകൊണ്ട് നിക്കാഹ് ചെയ്തു കൊടുത്ത സൈനബിന്റെ കാര്യത്തില് അദ്ദേഹം സെയ്ദിന്റെ പത്നിയായി മാറിയതിന് ശേഷം അവരില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യമുണ്ടാവുകയും സെയ്ദിനെ കൊണ്ട് ആ വിവാഹബന്ധം വേർപ്പെടുവിക്കുകയും എന്നിട്ട് സെയ്ദ് വിവാഹബന്ധത്തിൽ നിന്ന് വേർപ്പെടുത്തിയ സൈനബിനെ വിവാഹം ചെയ്യുകയൊക്കെ ചെയ്യുക എന്ന ഒരു സംഗതിയാണ് ഉണ്ടായത് എന്ന് ആക്ഷേപിക്കുന്ന ആളുകൾ ഒന്നുകിൽ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അതുപോലെ സമാവിയായിട്ട് അവതരിച്ചുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥത്തിലെ വാക്യങ്ങളെയും അസത്യമായിട്ട് തീരുമാനിക്കേണ്ടതുണ്ട് ആദ്യം. അങ്ങനെ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇവർ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ അതിന് പ്രസക്തിയൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ അവർക്ക് ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ, പ്രവാചകനെ ബോധ്യപ്പെട്ട, ദൈവിക വെളിപ്പാടുകളെ ദൈവികമായ വെളിപ്പാടുകളാണ് എന്നത് ബോധ്യപ്പെട്ട ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ആരോപണങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. അങ്ങനെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നിരന്തരം പലതും ഈ വിഭാഗം ആളുകൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ആ ഗണത്തിൽ മാത്രമേ അത് വരുന്നുള്ളൂ. ഒരു യുക്തിയുടെയോ ബുദ്ധിപരമായ
സാധ്യതയുടെയോ ഒന്നും അടിത്തറയിൽ ആ കാര്യം കേൾക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ തെളിഞ്ഞ ഭാഷയിൽ ആക്ഷേപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രവാചകനോട് താങ്കൾക്ക് ജനങ്ങളെയാണ് പേടി, അള്ളാഹുവിനെ പേടിക്കുകയാണ് കൂടുതൽ അഭികാമ്യമായ അല്ലെങ്കിൽ ആവശ്യമായ കാര്യം, അള്ളാഹുവാണ് ഭയപ്പെടാൻ കൂടുതൽ അർഹൻ എന്ന് പറയുന്നത് നമ്മൾ മിതമായ ഭാഷയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പ്രവാചകനോട് വളരെ കടുത്ത ഭാഷയിലുള്ള വിമർശനവും ആക്ഷേപവും അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തലുമാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ആ നിർദ്ദേശം പാലിക്കാൻ മടിച്ചു നിൽക്കുകയായിരുന്നു എന്നതുമാണ് വസ്തുത. അപ്പൊ ഒരു പ്രവാചകനോട് അള്ളാഹു അങ്ങനെ പറയുന്നുവെങ്കിൽ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൈനബിനെ വിവാഹം ചെയ്യാൻ യാതൊരു തടസ്സവും നേരത്തെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ വക സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടി ശക്തമായി വന്നപ്പോ ജനങ്ങൾക്കിടയിൽ വളരെ സങ്കീർണമായ ഒരു വിഷയമായി മാറാനും അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങാനും ഒക്കെ കാരണമാകുന്ന ഒരു സംഗതി എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വൈമനസ്യം കാണിച്ചുകൊണ്ട് നിലകൊണ്ടു എന്ന ഒരു വസ്തുത മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. എന്നിട്ട് ഇവിടെ ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ഒരു പ്രവാചകന്റെയും കാര്യത്തിൽ അള്ളാഹു നടത്തിയിട്ടില്ലാത്ത ഒരു ഇടപെടലാണ് അള്ളാഹുവിടെ നടത്തിയിട്ടുള്ളത്. അത് സവ്വജ്നാകഹ എന്ന് പറഞ്ഞുകൊണ്ട് സൈനബിനെ നാം താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് തന്നെ വളരെ സ്പഷ്ടമായിട്ട് അള്ളാഹു പറഞ്ഞു എന്നത് ഒരുപക്ഷെ ഏറ്റവും യുണീക്കായ ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു സംഭവം നമുക്ക് ചരിത്രത്തിൽ വേറെ ആരുടെയെങ്കിലും കാര്യത്തിൽ നടന്നതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പ്രവാചകന്മാരുടെയോ അല്ലാത്തവരുടെയോ. അള്ളാഹുവിന്റെ ഇച്ഛയും അള്ളാഹുവിന്റെ ഖലാഉം ഒക്കെ തന്നെയാണ് ഏത് വിവാഹത്തിലും അടങ്ങിയിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് പ്രപഞ്ചത്തിലെ ഏത് പ്രതിഭാസവും പോലെ അള്ളാഹുവിന്റെ ഖലാ അനുസരിച്ച് മാത്രമേ ആര് തമ്മിലുമുള്ള വിവാഹം നടക്കുകയുള്ളൂ. പക്ഷെ അള്ളാഹു നേരിട്ട് പ്രഖ്യാപിക്കുകയാണ് താങ്കൾക്ക് നാം അവരെ വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു എന്ന്. അത് തീർച്ചയായിട്ടും വളരെ യുണീക്കായ വളരെ അസാധാരണത്വമുള്ള വേറെ തുല്യതയില്ലാത്തൊരു സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഇവിടെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഈ ആയത്തിൽ പരാമർശിക്കുകയുണ്ടായി എന്നത്. ലക്ഷക്കണക്കിന് അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളുകള്, അദ്ദേഹത്തോടൊപ്പം ഹിജ്റ പോയ ആളുകള്, ആദ്യ സംഘത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട ഒരാളാണ്. ആദ്യത്തെ 4 വിശ്വാസികളിൽ പെട്ട ഒരാളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ നുബുവത്ത് ലഭിച്ച് ആദ്യത്തെ വെളിപാടുകൾ ഏറ്റുവാങ്ങി വീട്ടിലെത്തിയപ്പോ അദ്ദേഹത്തെ അംഗീകരിച്ച് വിശ്വസിക്കുന്നത് സ്വന്തം പത്നി ഖദീജ റളിയല്ലാഹു അൻഹ തന്നെയാണ്. തുടർന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും വളരെ ഉടനെയായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമാണ്. അപ്പൊ ഈ 4 പേരിൽ ആദ്യത്തെ 4 പേരിൽ ഒരാളായിട്ടാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ കഴിയും. 30 വയസ്സ് പ്രായമായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകനായി അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തില് അതിവിശിഷ്ടമായ ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെ പിരിഞ്ഞു പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനോടും പിതൃ സഹോദരനോടും ഒപ്പം നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കാതെ ഇരുന്ന ആളാണ് സെയ്ദ് റളിയല്ലാഹു. ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് മറ്റൊരു കമ്പാനിയന്റെയും ഒരു സഹാബിയുടെയും പേര് പരാമർശിക്കാത്ത ഈ വേദഗ്രന്ഥത്തിൽ അള്ളാഹു പരാമർശിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ വലിയ വിശിഷ്ടതകളുണ്ട്. തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പമാണ്. അദ്ദേഹത്തിന്റെ പേര് പരോക്ഷമായിട്ട് മാത്രമാണ് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്, പേര് പറയുന്നില്ല.
രണ്ടിൽ രണ്ടാമൻ എന്നുള്ള നിലക്കൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ആ ബന്ധം, ആ ഏറ്റവും അടുപ്പമുള്ള ബന്ധം കാണിക്കുന്ന വിധത്തില് വളരെ പ്രാധാന്യമുള്ള ഹദീസുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള ഹദീസുകളൊക്കെ കാണാം. പക്ഷെ ഈ വിധത്തില് വിശുദ്ധ ഖുർആൻ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു സഹാബിയെ വേറെ പറയുന്നില്ല എന്നതൊക്കെ തന്നെ നമുക്ക് അതില് വായിച്ചെടുക്കേണ്ട, നമ്മൾ ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങളാണ്. അപ്പൊ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന ആളുകൾ യഥാർത്ഥത്തില് ഒന്നുകിൽ അവരുടെ നിലപാട് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവായ റബ്ബ് ഉണ്ടോ, അള്ളാഹു എന്ന ഒരു അസ്തിത്വമുണ്ടോ, അതുപോലെ ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്നതിന് വേണ്ടി അള്ളാഹു പ്രവാചകന്മാർക്ക് ദിവ്യ വെളിപ്പാടുകൾ നൽകും എന്നത് യാഥാർത്ഥ്യമാണോ, തുടങ്ങിയ കാര്യത്തിലൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ലാത്ത ആളുകള് ആലോചനയില്ലാതെ നടത്തുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ മാത്രമായിട്ട് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ അതിന് പ്രത്യേകിച്ച് വലിയ കഴമ്പൊന്നുമില്ല അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ എന്നതാണ് അത് സംബന്ധമായിട്ടുള്ള വസ്തുത. സത്യാന്വേഷണ താല്പര്യത്തോടു കൂടി വിശുദ്ധ ഖുർആനെ സമീപിക്കാത്ത ഒരാൾക്കും തന്നെ വിശുദ്ധ ഖുർആൻ ഒരു നിലക്കും പ്രയോജനപ്പെടുകയില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം വെറുതെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതി മാത്രമായിട്ട്, കുറെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കാനും വിമർശനങ്ങൾ ഉന്നയിക്കാനും ഒക്കെ കുറച്ച് മരുന്ന് കയ്യിൽ കിട്ടും എന്നത് ഒഴിച്ചു നിർത്തിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഗുണവും അതുകൊണ്ടുണ്ടാവുകയില്ല. അവർക്ക് കൂടുതൽ അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായി വരും എന്നതല്ലാതെ യാതൊരു ഗുണവും അവർക്ക് ലഭിക്കാനില്ല. അപ്പോ സത്യാന്വേഷികളായ ആളുകള് യഥാർത്ഥത്തിൽ അവരുടെ ബുദ്ധിയും കഴിവും യുക്തിബോധവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവിക ദൃഷ്ടാന്തങ്ങളെ ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ ദീനിനെ ഉൾക്കൊള്ളുക എന്നതാണ് അതിന്റെ ക്രമപരമായ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച രണ്ടായത്തുകള് ഇതിനോട് ചേർന്ന് വരുന്നതാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ ആ രണ്ടായത്തുകള് വിശദീകരിക്കാം. മാക്കാന അലൻ നബി മിൻ ഹറജിൻ, അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തടസ്സവുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഫീമ ഫറലല്ലാഹു ലഹു, അള്ളാഹു അദ്ദേഹത്തിന് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യം നടപ്പിലാക്കുന്നതിന്. കുടുംബം എന്തു പറയും, സമൂഹം എന്തു പറയും, നാട്ടുകാരെന്തു പറയും എന്നതൊന്നും ആലോചിച്ച് അതൊക്കെ തടസ്സമാണ് എന്ന് കരുതി നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അദ്ദേഹത്തിന്റെ മേൽ ഫറലാക്കിയിട്ടുള്ള, നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യം നടപ്പിലാക്കുന്നതിന്. മാകാന അലൻ നബി മിൻ ഹറജിൻ ഫീമ ഫറലല്ലാഹു ലഹു, അള്ളാഹു അദ്ദേഹത്തിന് നിർബന്ധമാക്കിയ, അനിവാര്യമാക്കിയ, അദ്ദേഹത്തിന്റെ മേൽ ബാധ്യതയാക്കി വെച്ച ഒരു കാര്യം നിർവഹിക്കുന്നതിന് അള്ളാഹുവിന്റെ പ്രവാചകന് യാതൊരു ഹർജും, യാതൊരു തടസ്സവും, യാതൊരു പ്രതിബന്ധവും ഇല്ല, യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതുമില്ല. സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബ്ൽ, നേരത്തെ കടന്നുപോയവരിൽ അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ നടപടി തന്നെയാണ്. നേരത്തെയും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആളല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് മുമ്പ് ഒട്ടേറെ പ്രവാചകന്മാര് ലോകത്ത് പല ഭാഗങ്ങളിലും വന്നു പോയിട്ടുണ്ട്. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു കാര്യം നിർബന്ധമാക്കിയാൽ അത് ഒരു ഭയവും ആശങ്കയും വൈമനസ്യവും കൂടാതെ നടപ്പിലാക്കുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരുന്ന കാര്യം. ഇത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ്. ഇതിലൊരു വിചാരം, പുനർവിചാരം അല്ലെങ്കിൽ പുനരാലോചന ഒന്നും ആവശ്യമില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഫർലാക്കിയ,
നിർബന്ധമാക്കി അനിവാര്യമായും നടപ്പിലാക്കേണ്ട ഒരു നിർദ്ദേശമാണിത്. ഇത് തന്നെയാണ് അള്ളാഹു എല്ലാ പ്രവാചകന്മാരുടെയും കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന നടപടി. ഇന്ന ആളെ വിവാഹം ചെയ്യണം, അല്ലെങ്കിൽ അള്ളാഹ് വിവാഹം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമല്ല പറയുന്നത്. പ്രവാചകന്മാർക്ക് അള്ളാഹു ഒരു കാര്യം അനിവാര്യമായിട്ട് നിർവഹിക്കണം എന്ന വിധത്തില് നിർദ്ദേശം നൽകുകയാണെങ്കിൽ അതിലൊരു പുനരാലോചന ഇല്ലാത്ത വിധത്തിൽ തന്നെ നടപ്പിലാക്കാൻ പ്രവാചകന്മാർ ബാധ്യസ്ഥരാണ്. അവർക്ക് യാതൊരു തടസ്സവും അക്കാര്യത്തിലില്ല. വളരെ കയ്പേറിയ ചില അനുഭവങ്ങൾ പ്രവാചകന്മാർക്ക് ഉണ്ടായത് നമുക്കറിയാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം സ്വന്തം പത്നി ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും അറേബ്യൻ മണലാരണ്യത്തില് വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി ആക്കുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ചരിത്രം അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതൊക്കെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നടപ്പാക്കപ്പെട്ടിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു നടക്കുമ്പോ ഹാജർ പുറകുന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ ഈ വന്യമായ പ്രദേശത്ത്, വിജനമായ പ്രദേശത്ത് തനിച്ചാക്കി പോവുകയാണോ? ഇബ്രാഹിം അലൈഹി ഇസ്ലാം യാതൊന്നും പറയുന്നില്ല മറുപടിയായിട്ട്. എന്നിട്ട് വീണ്ടും ഹാജർ ചോദിക്കുന്നത്, ഇത് ഇബ്രാഹിം താങ്കളുടെ സ്വേച്ഛ പ്രകാരം ചെയ്യുന്നതാണോ അതല്ല അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്യുന്നതാണോ? ഇബ്രാഹിം അലൈഹി ഇസ്ലാം തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്നെയാണ് എന്നതാണ്. എങ്കിൽ ഞങ്ങളുടെ കാര്യം അള്ളാഹു നോക്കിക്കോളും, ഞങ്ങളെ അള്ളാഹു സംരക്ഷിച്ചുകൊള്ളും എന്നാണ് ഹാജർ റളിയല്ലാഹു അൻഹ ആ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്. അപ്പൊ പ്രവാചകന്മാരുടെ കാര്യത്തില് ഒരു കാര്യം അള്ളാഹു നിർബന്ധമാണ് എന്ന നിലക്ക് അറിയിക്കുകയാണെങ്കിൽ അതില് വളരെ വ്യക്തമായ ചില ദൈവിക യുക്തികൾ ഉണ്ടാവും. അത് പുലരുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ആ നിർദ്ദേശം നൽകുന്നത്. ആ നിർദ്ദേശം പാലിക്കുക എന്നത് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധവുമാണ്. അതിന് അവർക്ക് യാതൊരു പ്രതിബന്ധവും തടസ്സവും വൈമനസ്യവും കാണേണ്ടതില്ല, ഉണ്ടാവേണ്ടതില്ല എന്നതാണ്. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. പൂർവികരായ നേരത്തെ കടന്നുപോയ സകല പ്രവാചകന്മാരുടെയും കാര്യത്തിൽ അള്ളാഹു പിന്തുടർന്നിട്ടുള്ള അതേ നടപടി തന്നെയാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സുന്നത്ത് അല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബ്ൽ, നേരത്തെ കടന്നുപോയവരുടെ കാര്യത്തിൽ അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ള അതേ ദൈവിക നടപടി തന്നെയാണിത്. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, അള്ളാഹുവിന്റെ കൽപ്പന കണിശമായി പാലിക്കപ്പെടേണ്ടതും നടപ്പിലാക്കപ്പെടേണ്ടതുമായത് തന്നെയാണ്. അത് നിശ്ചയിക്കപ്പെട്ട നിർണിതമായ സംഗതിയാണ്. അത് നടന്നിരിക്കും, നടക്കണം. അതിന് ആരും ഒരു പ്രതിബന്ധവും ഉണ്ടാക്കിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വൈമനസ്യം ഉണ്ടായതുകൊണ്ട് അത് നടക്കാതെ പോവില്ല. അള്ളാഹു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് അള്ളാഹുവിന്റെ നിർദ്ദേശം അള്ളാഹു വെളിപ്പെടുത്തി കളഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് എത്ര കാലം രഹസ്യമായി കൊണ്ട് നടക്കാൻ പറ്റും? ഖുർആന്റെ ഭാഗമായിട്ട് അള്ളാഹു ഈ വിധത്തിൽ വെളിപ്പെടുത്തൽ നടത്തി കളഞ്ഞാൽ അത് നിരന്തരം പാരായണം ചെയ്യപ്പെടുകയല്ലേ. അന്ത്യനാൾ വരെയുള്ള ലോക സമൂഹം അത് പാരായണം ചെയ്തുകൊണ്ട് നമസ്കാരത്തിൽ ഏർപ്പെടുന്നു, പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു. അത് അവരുടെ നിത്യജീവിതത്തിൽ നിരന്തരം പാരായണം ചെയ്യപ്പെടുന്ന വാക്യമായിട്ട് വിശുദ്ധ ഖുർആന്റെ ഭാഗമായിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യതയോടുകൂടി നടപ്പിലാക്കുക എന്നത് അവന്റെ രീതിയാണ്. അള്ളാഹു നേരത്തെ തന്നെ പൂർവികരായ പല പ്രവാചകന്മാരുടെയും കാര്യത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളതുമാണത്. വകാന അംറുല്ലാഹി, അള്ളാഹുവിന്റെ കൽപ്പന ഖദറൻ മഖ്ദൂറ, അത് നിർണയിക്കപ്പെട്ടതും നിശ്ചിതമായിട്ട് നടപ്പിലാക്കപ്പെടുന്നതുമായ കാര്യം തന്നെയാണ് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. എന്നിട്ട് ഈ പ്രവാചകന്മാരെ അള്ളാഹു ആരാണ് പൂർവികരായ നേരത്തെ കഴിഞ്ഞു പോയവരുടെ കാര്യത്തിൽ അള്ളാഹു നടപ്പിലാക്കിയ സുന്നത്ത് എന്ന് പറഞ്ഞല്ലോ. ആരാണ് ഈ നേരത്തെ കഴിഞ്ഞു പോയ ആളുകൾ? അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ്, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരായ ആളുകൾ. ദൈവിക സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന ആളുകളാണ് ഈ നേരത്തെ കഴിഞ്ഞു പോയവരും അള്ളാഹു അവന്റെ നടപടികൾ അവരുടെ കാര്യത്തിൽ നടപ്പാക്കുകയും ചെയ്തവരുമായിട്ടുള്ള ആളുകൾ. അപ്പൊ അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ല,
അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ആളുകൾ. വയഖ്ശൗനഹു, അവനെ ഭയപ്പെടുന്നവരുമാണ് അവര് വെറുതെ എത്തിച്ചു കൊടുക്കുന്ന ഒരു പോസ്റ്റ്മാന്റെ പണിയല്ല എടുത്തിരുന്നത്. അള്ളാഹുവിനെ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് നിലക്കൊണ്ട, അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ് ആ പ്രവാചകന്മാർ. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റൊരാളെയും അവർക്ക് ആർക്കും ഭയം ഉണ്ടായിരുന്നില്ല. അതാണ് പ്രവാചകന്മാരുടെ നിലപാട്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു വളരെ ശക്തമായ ഭാഷയിൽ തിരുത്തുകയും വലിയൊരു പാഠം പഠിപ്പിക്കുകയുമാണ്. ഒരു പ്രവാചകനും അള്ളാഹുവിനെ ഭയപ്പെടേണ്ട സ്ഥാനത്ത് മറ്റൊരാളെയും ഭയപ്പെടാൻ മുതിർന്നുകൂടാ. നേരത്തെ അള്ളാഹുവിന്റെ നടപടികള് പല പ്രവാചകന്മാരുടെയും കാര്യത്തിൽ അള്ളാഹു നടപ്പിലാക്കിയിട്ടുണ്ട്. അവർക്കൊക്കെയും അള്ളാഹുവിനോട് ഭയഭക്തിയായിരുന്നു. അവരാരും തന്നെ അള്ളാഹുവിനേക്കാളും ഏറെ വേറെ ആരെയെങ്കിലും ഭയപ്പെടുകയുണ്ടായിട്ടില്ല. വയഖ്ശൗനഹു, അവർ അള്ളാഹുവിനെയാണ് ഭയപ്പെട്ടിരുന്നത്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റൊരാളെയും അവരാരും ഭയപ്പെടുകയുണ്ടായില്ല. വകഫാ ബില്ലാഹി ഹസീബ, കാര്യങ്ങളില് കണക്ക് നോക്കുന്നവനായിട്ട്, കാര്യങ്ങൾ പരിശോധിക്കുന്നവനായിട്ട് അള്ളാഹു ധാരാളം മതി. അവൻ നിയോഗിച്ചയച്ച പ്രവാചകന്മാരിൽ ആരൊക്കെ കൃത്യമായിട്ട് ദൗത്യം നിർവഹിച്ചു, ആരൊക്കെ അതിൽ വീഴ്ച വരുത്തി എന്നതൊക്കെ കണക്ക് പരിശോധിക്കാൻ വേറൊരാളും വേണ്ട, അള്ളാഹു തന്നെ ധാരാളം മതി. അള്ളാഹു അതിനു വേണ്ടി തെരഞ്ഞെടുത്തതാണ് പ്രവാചകന്മാരെ. അവര് അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ്, അള്ളാഹുവിന്റെ റിസാലാത്തുകളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൗത്യം ചുമതലയായി ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. അപ്പോ അവർക്ക് അള്ളാഹുവിനെയാണ് ഭയം. അവരാരും തന്നെ അള്ളാഹുവിനെ അല്ലാത്ത മറ്റാരെയും ഭയന്ന് നിൽക്കാറില്ല. ഭയപ്പാട് കാണിക്കൂല എന്നൊന്നുമല്ല. മൂസ അലൈഹിസ്സലാം ഇപ്പൊ ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ചില ഭയാശങ്കകൾ കാരണമായിട്ട് അറച്ചു നിൽക്കുകയായിരുന്നല്ലോ. അതേപോലെ മൂസ അലൈഹി ഇസ്ലാമിനെ ദൗത്യം ഏൽപ്പിച്ചപ്പോ അദ്ദേഹവും തുടക്കത്തില് ഒരു ഭയാശങ്കയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. എനിക്ക് പേടിയാണ്, എന്റെ കൂടെ ഹാറൂനെ കൂടി അയക്കണം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിശുദ്ധ ഖുർആനിൽ തന്നെ കാണുന്നുണ്ട്. പക്ഷെ ദൗത്യം നിർവഹിക്കുന്നതിൽ തടസ്സമാകുന്ന വിധത്തിൽ അവരാരും തന്നെ ആ ഭയത്തിന്റെ പിടിയിൽ അമരുകയല്ല ചെയ്തിട്ടുള്ളത്. ആ ഭയത്തെ എടുത്തു മാറ്റി ദൂരെ കളഞ്ഞ് അവർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരായിട്ട് നിലകൊള്ളുകയാണ് അവരുടെ ദൗത്യ നിർവഹണ പദ്ധതിയുടെ ഒരു സ്വഭാവമായിട്ട് തന്നെ അവർ ചെയ്യുകയുണ്ടായത് എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അള്ളാഹു വ്യക്തമാക്കി തരുന്ന കാര്യം. അപ്പോ ഇവിടെ അള്ളാഹു തുടർന്ന് ഈ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ, കണക്ക് നോക്കാൻ അള്ളാഹു തന്നെ ധാരാളം മതി എന്നിവിടെ പറഞ്ഞതില് വേറെ ഒരു സൂചന നമുക്കൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ ആരും കയറി അള്ളാന്റെ റസൂല് വീഴ്ച വരുത്തിയോ ഇല്ലേ എന്ന നിലക്കുള്ള ഒരു വിലയിരുത്തലിനൊന്നും മുതിരണ്ട. അത് ചെയ്യാൻ അള്ളാഹു തന്നെ തികഞ്ഞവനാണ് കേട്ടോ എന്നൊരു കാര്യം കൂടി അതില് നമ്മളോട് പറയുന്ന വിധത്തില് അതിലൊരു സൂചനയുള്ളതായിട്ട് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ ദൗത്യ നിർവഹണം പൂർണ്ണമായി നിർവഹിച്ചോ അതിൽ വീഴ്ച വരുത്തിയോ തുടങ്ങിയ കാര്യമൊന്നും നിങ്ങളാരും നോക്കേണ്ട കാര്യമില്ല കേട്ടോ കൂട്ടരെ. അത് അള്ളാഹ് തന്നെ ധാരാളം മതി അത് നിർവഹിക്കാൻ എന്നൊരു കാര്യം കൂടി നമ്മെ അറിയിക്കുന്ന പോലെ ഈ വാചകത്തില് ഒരാശയം അടങ്ങിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പൂർവിക പ്രവാചകന്മാരൊക്കെയും തന്നെ ദൈവിക കൽപ്പനകൾ വന്നു കഴിഞ്ഞാൽ അത് അക്ഷരം പ്രതി പാലിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അവരാരും എന്തെങ്കിലും തടസ്സം മുന്നിൽ കാണുകയുണ്ടായില്ല, അവർക്ക് വൈമനസ്യം ഉണ്ടായിട്ടില്ല. അവരത് നടപ്പിലാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധതയുള്ള ആളുകളായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന വകാന അംറുല്ലാഹി ഖദറം മഖ്ദൂറ എന്നാണ് അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ അള്ളാഹുവിനല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിട്ടില്ല. മാത്രവുമല്ല അവര് കണക്ക് നോക്കാൻ അവരുടെയൊക്കെ എല്ലാ പ്രവാചകന്മാരുടെയും കാര്യത്തില് അവരെ ഏൽപ്പിച്ച കാര്യവും അവര് നിർവഹിച്ച കാര്യവും എത്രത്തോളം ചേർച്ചയുള്ളതാണ് എന്നതൊക്കെ വിലയിരുത്താൻ അള്ളാഹു ധാരാളം മതിയായവനാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തുൽ അഹ്സാബിലെ
38, 39 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.